പെരിന്തൽമണ്ണ നഗരസഭയിൽ നേടിയ ഉജ്ജ്വല വിജയം മുഴുവൻ UDF പ്രവർത്തകർക്കും സമർപ്പിക്കുന്നുവെന്ന് നജീബ് കാന്തപുരം MLA. ചെറിയ വിജയമല്ല, തിരുത്തിയത് ചരിത്രമാണ് എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ഈ വിജയം തനിക്കും മുന്നണിക്കും വലിയ ഉത്തരവാദിത്വമാണ് നൽകുന്നതെന്നും കൂട്ടിച്ചേർത്തു. ഏലംകുളം പഞ്ചായത്ത് കഴിഞ്ഞ തവണ UDFന് മാൻഡേറ്റ് നൽകിയത് ജനങ്ങളാണ്. എന്നാൽ ആ മാൻഡേറ്റിനെ അട്ടിമറിച്ചത് പണം കൊണ്ടാണ്. ഒരു മെമ്പറെ വിലക്കെടുത്തുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് വളരെ സാധാരണക്കാരനായിരുന്ന ഞങ്ങളുടെ ഒരു പ്രസിഡന്റിനെ ഒരു ഒരു കുതിരക്കച്ചവടത്തിലൂടെ പുറത്താക്കി ഇടതുപക്ഷ ഭരണം പുനഃസ്ഥാപിക്കാൻ അവർ ശ്രമിച്ചു. പാർട്ടിക്ക് ഇപ്പോഴും ജനങ്ങളെ മനസ്സിലായില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. അതിനെതിരായിട്ടുള്ളൊരു ജനരോഷം അവിടെ ജനാധിപത്യത്തിൻ്റെ വഴിയിൽ തന്നെ ഏലംകുളം പഞ്ചായത്ത് ഞങ്ങളെ തിരിച്ചേൽപ്പിച്ചു. നിങ്ങൾക്ക് ഞങ്ങൾ 5 വർഷം മുമ്പ് തന്ന മാൻഡേറ്റ് ഇതാ ഞങ്ങൾ വീണ്ടും നിങ്ങൾക്ക് നിലനിർത്തുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, EMSൻ്റെ നാട്ടിൽ CPMന് ജയിക്കാൻ നോട്ടുകെട്ടുകളുടെ ബലം വേണ്ടി വന്നു എന്ന ഏറ്റവും സങ്കടകരമായൊരു യാഥാർത്ഥ്യത്തെയാണ് ഞങ്ങളന്ന് തുറന്നു കാണിച്ചത്. അത് ജനങ്ങൾ ഏറ്റെടുത്തു. ഏലംകുളത്ത് ഞങ്ങൾ ജയിച്ചു. പുലാമന്തോളിൽ വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ നടത്തിയിരുന്നു. UDFന് പല വാർഡുകളിലും പ്രചരണത്തിൽ ചെല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ മറികടന്നുകൊണ്ടുള്ള വിജയം പുലാമന്തോളിലുണ്ടായി. 10 വർഷത്തിന് ശേഷം മേലാറ്റൂർ പഞ്ചായത്ത് ഞങ്ങൾക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചു. ഞങ്ങൾക്ക് കൈമോശം വന്ന താഴെക്കോട് പഞ്ചായത്ത് ക്ലീൻ സ്വീപ്പിലാണ്, അല്ലേ നാസർ മാഷെ? 24-ൽ 18 സീറ്റും 16 സീറ്റും നേടി. ആലിപ്പറമ്പിൽ 24-ൽ 18 സീറ്റും നേടി. ഇവിടെ 163 വാർഡുകളാണ് നമ്മുടെ നിയോജകമണ്ഡലത്തിൽ മൊത്തത്തിലുള്ളത്. അതിൽ 102 വാർഡുകൾ ജയിച്ചുകൊണ്ടാണ് UDF വെന്നിക്കൊടി പാറിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജനങ്ങളൊരു കൃത്യമായ മാൻഡേറ്റാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബ്ലോക്ക് പഞ്ചായത്തിലെ മസ്ലൂക്ക 19 സീറ്റുകളിൽ 17 സീറ്റും UDF ജയിച്ചു. ഈ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്തും ഞങ്ങൾ ജയിച്ചു. ഞങ്ങൾക്ക് കൈവിട്ടു പോകുമെന്ന് കരുതിയ ബ്ലോക്ക് പഞ്ചായത്ത് അടക്കം ഡിവിഷൻ അടക്കം ജയിച്ചു. ഇവിടെ ബഹുമാന്യനെ ഞങ്ങളുടെ UDF കൺവീനറുടെ ഭാര്യ സാജിദ ടീച്ചറാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച സ്ഥാനാർത്ഥി. അവർക്ക് 10,000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അതുപോലെ KT അജ്മൽ 10,000-ഓളം വോട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, എണ്ണി കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ഫൗസിയ പുലാമന്തോൾ പഞ്ചായത്തിലെ വലിയ ഭൂരിപക്ഷത്തിനാണ് അവർ ജയിച്ചത്. എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ജനവിധി എന്ന് പറയുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയെ ജനങ്ങൾ വിശ്വസിക്കുന്നു എന്നതും ഞങ്ങൾ ജനങ്ങളുടെ കൂടെ നിൽക്കുമെന്ന പ്രതീക്ഷ അവർക്കുണ്ട് എന്നതുമാണ്. CCN പെരിന്തൽമണ്ണ.